മിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവിൻ നിന്താടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവിൻ നിന്താടാകമേ. മന്ദമായി വന്ന വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ. രക്തസാക്ഷികൾ ആനുമുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 63-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ആമേൻ. എവിടെ ഇരുന്നാലും ഒരു സങ്കീർത്തനം കർത്താവിന് വേണ്ടി എഴുതി അതിമനോഹരമായ ദൈവത്തെ സ്തുതിച്ചും വാഴ്ത്തിയും. ആമേൻ. ഏത് സങ്കടങ്ങളിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ കുറിച്ചുകൊണ്ട് ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനം 63 നമുക്ക് വായിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നില്ല, മരുഭൂമിയിലാണ്. എന്നിട്ടും ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. കൃത്യസമയത്ത് എടുത്തിട്ടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ആ ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാ ദൈവമക്കളെ. അതുകൊണ്ട് പരാതിയില്ല, പരിഭവങ്ങളില്ല. സ്തോത്രം. ദൈവസ്നേഹം അനുഭവിച്ചൊരു വ്യക്തിക്ക് സങ്കടങ്ങളിലും സന്തോഷത്തിലുമൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥന നടക്കും. ഹല്ലേലൂയ. സന്തോഷത്തിലിരിക്കുമ്പോൾ കൃത്യസമയം പ്രാർത്ഥന, സങ്കടം വന്നാൽ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നൊരു സാഹചര്യം ഇതൊന്നുമില്ല. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. മോരി സ്തോത്രം. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അധികാലത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുന്ന ദാവീദ് രാജാവിൻ്റെ മനസ്സെത്ര വലുതാ ദൈവമക്കളെ. യേശുവേ സ്തോത്രം. ആ ദൈവസ്നേഹത്തെ ഒന്ന് ഓർത്താൽ കർത്താവേ എത്ര മഹത്വമാണ്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരുന്നാൽ നിന്റെ ബലവും മഹത്വവും കാണാൻ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആഗ്രഹിക്കുന്ന മക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടികളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ സ്തോത്രം. മരുഭൂമിയിൽ കിടക്കുമ്പോഴും കർത്താവെ കൃത്യസമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അധികാലത്തെ തന്നെ ദൈവമേ അങ്ങേ അന്വേഷിക്കുന്ന ഒരു മനസ്സ്. ഹല്ലേലൂയ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട മനസ്സ് തമ്പുരാനെ. അടിയങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം തന്ന് അനുഗ്രഹിക്കണമേ. ദാവീദ് രാജാവ് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയല്ലോ കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം നീ എനിക്ക് തരണമേ എന്ന് അടിയങ്ങളും പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിർമ്മലമായൊരു ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മഹത്വം കാണുവാൻ, നിന്റെ ബലം കാണുവാൻ, നിന്റെ കൃപകളെ കാണുവാൻ, അതിശയമായ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവെ അധികാലത്തുണർന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനസ്സ് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണേ. പ്രാർത്ഥന മുടങ്ങിപ്പോയ മക്കളെ എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃത്യസമയത്ത് പ്രാർത്ഥിക്കുവാൻ നിന്റെ മക്കളെ ദൈവം അവിടുന്ന് ആത്മാവിൽ ഒരുക്കണേ കർത്താവേ. എൻ്റെ മക്കൾ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിലേക്ക് നോക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആ വലിയ മനസ്സ് കർത്താവേ അടിയങ്ങൾക്കും തന്നു ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.